ഇനി ആറ്റിങ്ങലിലേക്ക് ടി കെ റീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. റീജിത്ത്, പറയൂ, ആറ്റിങ്ങൽ എങ്ങനെയായിരുന്നു പോളിംഗ്? സമാധാനപരമായി നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ കാണാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞു 6 മണി വരെ? എന്താണ് വിവരങ്ങൾ? SKN വിജയകുമാർ, പൊതുവായി പറയുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോളിംഗ് സമാധാനപരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അല്ലറ ചില്ലറ വാക്കുതർക്കങ്ങൾ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായെങ്കിലും നേരത്തെ അല്പസമയം മുമ്പ് നെടുമങ്ങാട് CPIM BJP പ്രവർത്തകർ തമ്മിൽ നേരിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. വി മുരളീധരൻ ബൂത്ത് സന്ദർശിക്കുന്നതിനിടയിലാണ് അത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോയത്. അതൊക്കെ പിന്നീട് പരിഹരിക്കുന്നത് നമ്മൾ കണ്ടു. രാവിലെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഉയർന്നു വന്നതും ചില വോട്ടിംഗ് മെഷീനിലെ ചില തകരാറുകളും ഒക്കെ മാറ്റി നിർത്തിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാതെ ആറ്റിങ്ങലിലെ പോളിംഗ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പോളിംഗ് ശതമാനമാണ് പ്രധാനം. 67.62% എന്നുള്ളതാണ്. 6:10 പുറത്തു വന്ന കണക്കാണത്. ഇനിയിപ്പോൾ നഗരമേഖലയിലെ ചില ബൂത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒട്ടുമിക്ക ബൂത്തുകളിലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഗ്രാമീണ മേഖലയിലേക്ക് പോകുമ്പോഴാണ് പല ബൂത്തുകളിലും നീണ്ട ക്യൂ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അവസാന മണിക്കൂറുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പരാതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു ജാഗ്രത പോലീസ് സംവിധാനവും വെച്ചു പുലർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സംഘർഷ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ചില ബൂത്തുകൾ അവിടെ പ്രത്യേക ശ്രദ്ധ അവസാന മണിക്കൂറുകളിൽ പോലീസ് വെച്ചു പുലർത്തുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാമെന്ന് തോന്നുന്നു പോളിംഗ് അതിൻ്റെ പൂർണ്ണമായ നടപടികൾ, ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടപടികൾ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ കണക്ക് കൂട്ടലിൻ്റെ സമയമാണ് SKN വിജയകുമാർ. കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇപ്പോൾ വന്നിരിക്കുന്ന പോളിംഗ് ശതമാനം അതിനി ഈ കാത്തു നിൽക്കുന്നവർ 6 മണിക്ക് മുമ്പ് ബൂത്തിലെത്തി അവർ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി ആ പോളിംഗ് ശതമാനം എത്രയിലേക്ക് എത്തുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൻ്റെ കണക്ക് കൂട്ടലുകളിലേക്ക് മുന്നണികൾ കടക്കും. എന്തായാലും റീജിത്ത് നിൽക്കുന്ന ബൂത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അവിടെ മെഷീൻ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വോട്ടെടുപ്പ് പൂർത്തിയായി. അങ്ങനെ ചുരുക്കം ചില ബൂത്തുകളിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുള്ള. SKN ഇപ്പോൾ ഒരു വിവരം വരുന്നത് മലപ്പുറം നെല്ലിക്കുത്തിൽ LDF സ്ഥാനാർത്ഥി വി വസീഫിന് നേരെ കയ്യേറ്റമെന്ന ആരോപണമുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകർ വസീഫിനെ തടഞ്ഞു. അവിടെ LDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ അല്പസമയത്തിനകം അതിന്റെ ദൃശ്യങ്ങളുമായി ചേരുമെന്ന് നമുക്ക് ചേരും. എന്തായാലും ഷഹദ് റെഡി ആയിക്കോളൂ. അതുപോലെ നമ്മൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. വി ആർ ഇലക്ഷൻ മൂവേഴ്സ് അല്ലേ? നമുക്ക് അങ്ങനെ തന്നെ പറയണമല്ലോ. നമ്മൾ ഇലക്ഷൻ, നമ്മുടെ സംപ്രേഷണത്തിൽ ഇലക്ഷനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.